ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു കാർപ്പിടയം. കാർപ്പിടയത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദിവസം നാം അനലൈസ് ചെയ്യുന്നത് SI മെയിൻസ് എക്സാം. ഇന്നലെ നടന്ന SI മെയിൻസ് എക്സാം, അതായത് SI സിവിലും ഉണ്ട്, SI ആർമഡ് ഫോഴ്സും ഉണ്ട്. അതിൻ്റെ ഒരു വിശകലനമാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ നമ്മൾ ഇപ്പോൾ വന്നിട്ടുള്ള ആൻസർ കീ ഉണ്ട്, ഒരു കട്ട് ഓഫ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, റാങ്ക് ലിസ്റ്റ് എക്സ്പെക്റ്റേഷൻ ഉണ്ട്, ഫൈനൽ ആൻസർ കീ എങ്ങനെയായിരിക്കും എന്നുള്ള കാര്യമുണ്ട്. മൊത്തത്തിൽ കാൻഡിഡേറ്റ്സ് എല്ലാവരും കീഴിൽ പോയ അവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്യാം എന്ന് വിചാരിച്ചത്. കട്ട് ഓഫ് വീഡിയോസ് വളരെ കുറവാണ് ഞാൻ കണ്ടത്. ചെയ്യേണ്ടെന്ന് വെച്ചതാണ്, കാരണം ഈ ഒരു കാലഘട്ടത്തിൽ കട്ട് ഓഫ് പ്രഡിക്ഷൻ വളരെ ഡിഫിക്കൽട്ടായിട്ടുണ്ട്. എങ്കിലും ഒരു ആശ്വാസത്തിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പലരും ഒരു കട്ട് ഓഫ് വീഡിയോ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ ഏത് മാർക്ക് കിട്ടിയാലും കട്ട് ഓഫ് ഒരു ആശ്വാസത്തോടു കൂടി ഇരിക്കാൻ പറ്റാത്തൊരു എക്സാമാണ് SI മെയിൻസ് എക്സാം. കാരണം ഇത് ഇയർലി നടത്തുന്ന എക്സാം ആവുന്നത് കൊണ്ട് തന്നെ, നിലവിലൊരു ലിസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ, നിലവിലെ ലിസ്റ്റിൽ ആരെയും എടുക്കാത്തത് കൊണ്ട് തന്നെ, ഇന്നലത്തെ എക്സാമിൻ്റെ പാറ്റേണും ക്വസ്റ്റ്യൻസും അതിൻ്റെ ഡിഫിക്കൽട്ടിയും കണ്ടിട്ട് ആകെ പുകഞ്ഞു നിൽക്കുന്ന അവസ്ഥയിലാണ് കാൻഡിഡേറ്റ്സ് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ ഈ വീഡിയോ പ്രസക്തമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. നിലവിൽ 1-2 കട്ട് ഓഫ് വീഡിയോസാണ് ഉള്ളത്. അതുകൊണ്ടുകൂടിയാണ് ഈ ഒരു തരത്തിൽ കുറച്ചും കൂടി സയൻറ്റിഫിക് ആയിട്ടുള്ള കഴിഞ്ഞ പ്രാവശ്യത്തെ കട്ട് ഓഫുകളെയും കഴിഞ്ഞ പ്രാവശ്യത്തെ ഫിസിക്കലിനെയും ഇൻ്റർവ്യൂ, അതുപോലെ അതിനുശേഷം വന്ന റാങ്ക് ലിസ്റ്റും ഇപ്പോഴത്തെ നിയമന നിലയും കഴിഞ്ഞ പ്രാവശ്യത്തെ നിയമന നിലയും ഒക്കെ നോക്കിയിട്ടുള്ള ഒരു നിങ്ങളുടെ പരിഭവങ്ങളും പരാതികളും ഒക്കെ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു കട്ട് ഓഫാണ് പറയാൻ പോകുന്നത്. അതുപോലെ തന്നെ ഇന്നലെ തന്നെ PSC പബ്ലിഷ് ചെയ്ത പ്രൊഫഷണൽ ആൻസർ കീയുടെ അവസ്ഥ സ്ഥിരമാണ് ഇപ്പോൾ PSC ചെയ്യുന്നത്. ഇതിലും എല്ലാ എക്സാം പോലെയും ഇതിലും ഉണ്ടാവും ഡിലീഷന്, അല്ലെങ്കിൽ ആൻസർ കീ ഒരുപാട് മാറാനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞുതരാം, ഒരു 5 മാർക്കോളം നിങ്ങൾക്ക് കിട്ടിയ മാർക്ക് ഇനി കൂടാനും കുറയാനും സാധ്യതയുണ്ട്. കുറച്ച് ആളുകൾക്ക് മാത്രം, ഒരു 10-20% ആളുകൾക്ക് മാത്രം മാറ്റമില്ലാതെ തുടരും. ബാക്കിയുള്ള ഏറ്റവും പഠിച്ചവർക്കും ആവറേജ് ഉള്ളവർക്കും ഈ മാർക്ക് മാറാനുള്ള വലിയൊരു സാധ്യതയുണ്ട്. 45 കിട്ടിയവർക്ക് 50 ആവാനുള്ള സാധ്യതയുണ്ട്, 50 കിട്ടിയവർക്ക് 45 ആവാം, 50 കിട്ടിയവർക്ക് 55 ആവാം, 45-ന് താഴേക്ക് പോരാം. ഇങ്ങനെ പല അവസ്ഥയും ഉണ്ടാവും. കാരണം ഫൈനൽ ആൻസർ കീയിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവണം എന്നുള്ളതാണ് സത്യം. ഇപ്പോൾ സൈലം PSCയും അതുപോലെയുള്ള പല എൻട്രികളും ഒക്കെ ചെയ്ത ആൻസർ കീ വെച്ച് പ്രൊഫഷണൽ കീയിലും ചെറിയ മാറ്റങ്ങളുണ്ട്. സോ അതാണ് ഈ വീഡിയോയിലൂടെ അതും ഡിസ്കസ് ചെയ്യും. സോ എല്ലാം അടങ്ങുന്നൊരു വീഡിയോ ആണ് ഇത്. ക്വസ്റ്റ്യൻ ആൻസർ ഓരോന്നായിട്ട് എടുത്ത് ചെയ്യുന്നില്ല, അതെല്ലാവരും ചെയ്തു കഴിഞ്ഞു. ആൻസർ കീ കിട്ടി, പ്രൊഫഷണൽ ആൻസർ കീ വന്നു. ഇനി മെയിൻ ആൻസർ കീ വരുന്നത് വരെ അത് ചെയ്തുകൊണ്ട് ഇരുന്നിട്ട് കാര്യമില്ല. എങ്കിലും പ്രൊഫഷണൽ ആൻസർ കീയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തേണ്ടതുണ്ട്. അത് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താം. അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചലഞ്ച് ചെയ്യാം. ഇപ്പോൾ എഴുതിയവരിൽ ഈ പറയുന്ന ഓരോ ക്വസ്റ്റ്യൻസും പോയതുണ്ടാവും. അതുകൊണ്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചലഞ്ച് ചെയ്യാൻ പറ്റുന്നല്ല. ആധികാരികമായി രേഖകളുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ചലഞ്ച് ചെയ്യാം. എനിക്ക് മനസ്സിലായതിൽ 5-6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അത് ഞാൻ നിങ്ങളുടെ മുന്നിൽ ലാസ്റ്റായിട്ട് ഇതിന് ശേഷം ഈ ഒരു കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തതിന് ശേഷം പറയും. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ചലഞ്ച് ചെയ്യാൻ പറ്റും. PSC ഈ ആൻസർ കീ തെറ്റാണെങ്കിൽ നിങ്ങളുടെ അടുത്ത് അതിനുള്ള മതിയായ തെളിവുകളുണ്ടെങ്കിൽ അതെങ്ങനെ നിങ്ങളുടെ പ്രൊഫൈൽ വഴി നിങ്ങൾക്ക് ചലഞ്ച് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ കൂടി ഈ ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെട്ടതാണ്, നിങ്ങളുടെ മോട്ടിവേറ്റ് ചെയ്യുന്നതാണ്, നിങ്ങളുടെ ആശങ്കകൾ അകറ്റുന്നതാണ്, നിങ്ങളുടെ ആശങ്കകൾ പരിഗണിക്കുന്നതാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കുക എന്ന് മാത്രമാണ് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. പിന്നെ ഒരു ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ഞാൻ തുടങ്ങാം. അല്ലെങ്കിൽ ഏതെങ്കിലും ടെലഗ്രാം ചാനൽ SI മെയിൻസിന് ശേഷമുള്ളത് നിലവിലുണ്ടെങ്കിൽ അതിലേക്ക് നിങ്ങൾക്ക് ആളെ ചേർക്കാൻ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് അതിൻ്റെ ലിങ്ക് ഇടാവുന്നതാണ്. അതിനുള്ളൊരു സൗകര്യം കൂടി തരാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊരു ചാനൽ തുടങ്ങണം എന്നുണ്ടെങ്കിൽ, പുതിയതായിട്ട് തുടങ്ങുകയാണ്, ഇതുവരെ ആരെയും ചേർത്തിട്ടില്ല, അങ്ങനെ ആവശ്യമുണ്ടെങ്കിൽ ലിങ്ക് കൊടുക്കാവുന്നതാണ്. ആവശ്യമുണ്ട് എന്ന് പറയാം, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അങ്ങനെയാണെങ്കിൽ ടെലഗ്രാം ചാനൽ നിങ്ങൾക്ക് തന്നെ, നിങ്ങൾ നടത്തുന്ന ഒരു ടെലഗ്രാം ചാനൽ എൻ്റെ വഴി നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. സോ നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഓക്കെ, ഫസ്റ്റായിട്ട് പ്രൊഫഷണൽ ആൻസർ കീയിൽ വന്ന മിസ്റ്റേക്സ് ആണ് അനലൈസ് ചെയ്യുന്നത്.
അതായത് ക്വസ്റ്റ്യൻ കോഡ് എ പ്രകാരം 57 ക്വസ്റ്റ്യൻ നമ്പർ. വിച്ച് വൺ ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ആർ നോട്ട് കറക്റ്റ്? തെറ്റായത് ഏതാണെന്നാണ് ചോദ്യം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് നോക്കാം. എ റിട്ട് ഓഫ് ഹെബിയസ് കോർപ്പസ് ക്യാൻ ബി ഇഷ്യൂഡ് ടു സെക്യൂർ ദി റിലീസ് ഓഫ് എ പേഴ്സൺ ഹു ഹാസ് ബീൻ ഇംപ്രിസൺഡ് ബൈ എ കോർട്ട് ഓഫ് ലോ ഓൺ എ ക്രിമിനൽ ചാർജ്. ഒരു കോടതി നിയമപരമായിട്ട് ഒരു കുറ്റത്തിന് ശിക്ഷിച്ച ഒരാളെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാം എന്നാണ് പറയുന്നത്. അങ്ങനെ ചെയ്യാൻ പറ്റുമോ? ഇല്ല. കാരണം ഒരു കോടതി ശിക്ഷിച്ച് ജയിലിലടച്ച ഒരാളെ പുറത്തിറക്കാൻ വേണ്ടിയിട്ടൊന്നും റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല. സോ അതെന്താണ്? നോട്ട് കറക്റ്റാണ്. ഹെബിയസ് കോർപ്പസുമായി ബന്ധപ്പെട്ട് ആ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. സോ 1 തെറ്റാണ്. അപ്പോൾ 1 2 ഓപ്ഷനുള്ളത്, ഓപ്ഷൻ എയും ഓപ്ഷൻ സിയും. അപ്പോൾ ബാക്കിയുള്ളതൊക്കെ നമുക്ക് എലിമിനേറ്റ് ചെയ്യാം. അപ്പോൾ എ ആണോ സി ആണോ എന്ന് നോക്കിയാൽ മതി. അപ്പോൾ തന്നെ PSC പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ ഡി എന്ന് പറയുന്ന ഉത്തരം തെറ്റായിപ്പോയി. അത് വാലിഡിറ്റി ഇല്ലാതെയായിപ്പോയി. അപ്പോൾ അവിടെ തന്നെ നിങ്ങൾക്ക് അതിന് ചലഞ്ച് ചെയ്യാം. ഇനി രണ്ടാമത്തെ നോക്കാം. എ റിട്ട് ഓഫ് ഹെബിയസ് കോർപ്പസ് ലൈസ് ഓർ ഈസ് ഇഷ്യൂഡ് അഗെയിൻസ്റ്റ് എനി പേഴ്സൺ ഓർ അതോറിറ്റി ഹു ഹാസ് ഇല്ലീഗലി ഡിറ്റൈൻഡ് ഓർ അറസ്റ്റഡ് ദി പ്രിസണർ. ഹെബിയസ് കോർപ്പസ് ആർക്കെതിരെയും ഇടാം. A writ of habeas corpus or is issued against any person or authority who has illegally detained or arrested the prisoner. അപ്പോൾ അതെന്താണ്? അത് ശരിയാണ്. ഇല്ലീഗലി അറസ്റ്റ് ചെയ്ത ആരെയും, അത് പ്രിസണർ ആയാലും ആരെയാണെങ്കിലും ഇല്ലീഗലി ആയിട്ട് ആരെ അറസ്റ്റ് ചെയ്താലും ഹെബിയസ് കോർപ്പസ് ഇഷ്യൂ ചെയ്യാം. അപ്പോൾ അത് ശരിയാണ്. രണ്ടാമത്തെ ഉത്തരം ശരിയാണ്. അപ്പോൾ ഏതാണ് ശരി എന്നുള്ളെങ്കിൽ ഉത്തരം 2 വരുമായിരുന്നു. ദെൻ മൂന്നാമത്തെ, വേർ ദ പേഴ്സൺ അഗെയിൻസ്റ്റ് ഹൂം ദ റിട്ട് ഈസ് ഇഷ്യൂഡ് ഓർ ദ പേഴ്സൺ ഹു ഈസ് ഡിറ്റൈൻഡ് ഈസ് നോട്ട് വിത്തിൻ ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. ഇവിടെ കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷൻ, ഹെബിയസ് കോർപ്പസിൽ ജൂറിസ്ഡിക്ഷൻ ഒന്നും കുറിച്ച് പറയുന്നില്ല. സോ അതുകൊണ്ട് അതും ശരിയാണ് എന്ന് പറയാം. അതുകൊണ്ട് ഉത്തരം സി 1 ഓൺലി എന്നുള്ളതായിരിക്കും കറക്റ്റായിട്ട് വരുന്ന ഉത്തരം. ഇത് ഓൺലൈനിൽ നിന്ന് കിട്ടിയൊരു ക്വസ്റ്റ്യൻ ആണ് അതിനെ പ്രൂവ് ചെയ്യുന്നത്. ദി റിട്ട് ഹെബിയസ് കോർപ്പസ് ഈസ് നോട്ട് ഇഷ്യൂഡ് വേർ ദി ഡിറ്റൻഷൻ ഈസ് ലാഫുൾ. നിയമപരമായിട്ടുള്ള ഏതെല്ലാം സാഹചര്യങ്ങളിലാണ് റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയാത്തത് എന്നുള്ളതാണ്. ദി പ്രൊസീഡിംഗ് ഈസ് ഫോർ കണ്ടംപ്റ്റ് ഓഫ് എ ലെജിസ്ലേച്ചർ ഓഫ് എ കോർട്ട്. കണ്ടംപ്റ്റ് ഓഫ് കോർട്ടിന് വേണ്ടിയിട്ട് കഴിയില്ല. ദെൻ ഡിറ്റൻഷൻ ഈസ് ബൈ എ കോമ്പിറ്റൻറ്റ് കോർട്ട്. ഒരു കോമ്പിറ്റൻറ്റ് കോർട്ട് നടത്തിയാൽ അതിനെതിരെ കഴിയില്ല. ഡിറ്റൻഷൻ ഈസ് ഔട്ട്സൈഡ് ദി ജൂറിസ്ഡിക്ഷൻ ഓഫ് ദി കോർട്ട്. കോർട്ടിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ പുറത്താണെങ്കിലും റിട്ട് ഇഷ്യൂ ചെയ്യാൻ കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ റിട്ട് ഇഷ്യൂ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉത്തരം എന്ന് പറയുന്നത് എല്ലാതും ശരിയാണ്. കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ആൾ ഓഫ് ദീസ്. ദി ടേം കൺഫൈൻമെൻറ്റ് ഹിയർ റിഫേഴ്സ് ടു എ പേഴ്സൺ ഹു ഈസ് ഇൻ ജയിൽ ആൻഡ് അനേബിൾ ടു മേക്ക് എ ബോണ്ട് പ്രീ ട്രയൽ. എ പേഴ്സൺ ഹു ഹാസ് മേഡ് ബെയിൽ പെർട്ടൈൽ but is subject to court ordered bond conditions etc., curfew, driving restriction etc. A person suspended under probation conditions subject to court orders. A person who is convicted after trial and is serving prison time. On the other hand, habeas corpus cannot be issued when the detention is lawful. It is also not issued the detention or the proceeding is contempt or breaking of a law of legislature. This writ cannot be issued if the detention is by the High Court or the Supreme Court itself. Also, if the detention is outside the jurisdiction of the court, then a habeas corpus writ cannot be issued. അതായത് ജൂറിസ്ഡിക്ഷൻ്റെ പുറത്താണെങ്കിലും ചെയ്യാൻ കഴിയില്ല. സോ 2, 3 ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്, 1 തെറ്റായ സ്റ്റേറ്റ്മെൻറ്റ്. സോ 1 വരുന്നത് ഓപ്ഷൻ സി എന്നുള്ളത് മാത്രമാണ്. ഓപ്ഷൻ സി 1 ഓൺലി എന്നുള്ളതാണ് കറക്റ്റായ ആൻസർ എന്ന് മനസ്സിലായി കാണും എന്ന് വിചാരിക്കുന്നു. സോ അത് ക്വസ്റ്റ്യൻ PSC വെബ്സൈറ്റ് വഴി ചെയ്യാവുന്നതാണ്. അടുത്തൊന്ന് ഓപ്ഷൻ എ പ്രകാരം തന്നെയാണ്. 59 നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ആണ്. നാഷണൽ കമ്മീഷൻ മൈനോറിറ്റിയുമായി ബന്ധപ്പെട്ട് തെറ്റായതാണ് അവിടെയും ചോദ്യം. തെറ്റായത് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റി ഈസ് എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദി മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. മൈനോറിറ്റി അഫയേഴ്സിന് കീഴിലാണ് ഈ കമ്മീഷൻ വരുന്നത് എന്ന് പറയുന്നത്. ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണിത്. ഇത് ശരിയാണ്. 2, ദി മെമ്പേഴ്സ് ഓഫ് ദി കമ്മീഷൻസ് ആർ നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദെയർ സെക്ഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. മൈനോറിറ്റി കമ്മ്യൂണിറ്റിക്ക് മാത്രമായിട്ട് അവർ
സോ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. 59ാമത്തെ ക്വസ്റ്റ്യൻ കോഡ് പ്രകാരം 59ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ഈസ് സ്റ്റേറ്റ്മെൻറ്റ് 1 എ സ്റ്റാറ്റ്യൂട്ടറി ബോഡി അണ്ടർ ദി മിനിസ്ട്രി ഓഫ് മൈനോറിറ്റി അഫയേഴ്സ്. അത് ശരിയായ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ചോദ്യം എന്താണ്? നോട്ട് കറക്റ്റാണ്, തെറ്റായതാണ്. അപ്പോൾ 1 ഓപ്ഷനിൽ വരാത്തത് തെറ്റായതാണ്. 1 ഓപ്ഷനിൽ വരാത്തത്. ഓപ്ഷൻ എ എടുത്ത് കളയാം, ഓപ്ഷൻ സി എടുത്ത് കളയാം, ഓപ്ഷൻ ഡി 1 അല്ല 2 അല്ല. അതായത് തെറ്റായത് 1 2 തെറ്റല്ല. നെയ്തർ 1 or 2, 1 2 തെറ്റല്ല, അല്ല 1 2 തെറ്റല്ല. ദെൻ ബോത്ത് 1 2, 1 2 തെറ്റാണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ എ 1 ഓൺലി, 1 മാത്രമാണ് തെറ്റുള്ളത്. ഓപ്ഷൻ ബി 2 ഓൺലി, 2 മാത്രമാണ് തെറ്റുള്ളത്. ഇനി നോക്കാം രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്. ദി മെമ്പർ ഓഫ് ദി കമ്മീഷൻ ആർ നോമിനേറ്റഡ് ബൈ സെൻട്രൽ ഗവൺമെൻറ് ആൻഡ് ദെയർ സെലക്ഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. സെൻട്രൽ ഗവൺമെൻറ് ആണ് ഇവരെ നോമിനേറ്റ് ചെയ്യുന്നത്. അത് ശരിയായ ഒരു പ്രസ്താവനയാണ്. ആൻഡ് ദെയർ സെലക്ഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ മാത്രമായിട്ടത് ചുരുക്കിയിട്ടില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അതെന്താണ്? മൈനോറിറ്റി കമ്മ്യൂണിറ്റിയിൽ മാത്രമായിട്ട് ചുരുക്കിയിട്ടുണ്ട്. സോ ഓപ്ഷൻ 2 എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ 2 തെറ്റാണ്. ഓപ്ഷൻ 1 ശരിയാണ്. ദെൻ 3 യൂണിയൻ ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് നാഷണൽ കമ്മീഷൻ ഫോർ മൈനോറിറ്റീസ് ന്യൂഡൽഹി ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് കോൺസ്റ്റിറ്റ്യൂട്ടഡ് സ്റ്റേറ്റ് മൈനോറിറ്റീസ് ഫോർ കമ്മീഷൻ ഇൻ ദിയർ റെസ്പെക്റ്റീവ് സ്റ്റേറ്റ് ക്യാപിറ്റൽസ്. എല്ലാ മൈനോറിറ്റി കമ്മിറ്റി സ്റ്റേറ്റിനും ഉണ്ട്, സെൻട്രലിനും ഉണ്ട് എന്നാണ് പറയുന്നത്. സോ എന്താണ്? 3 ശരിയാണ്. സോ 1 3 ശരിയാണ്, 1 3 ശരിയാണ്, 2 തെറ്റാണ്. അപ്പോൾ തെറ്റ് 2 എന്നുള്ളത് ഓപ്ഷൻ ബി ആണ്. PSCയുടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ ഡി ആണ്. 1 അല്ല 2 അല്ല. എന്താണ് ഈ 1 അല്ല 2 അല്ല കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഏതാണ് തെറ്റ് എന്നാണ് ചോദ്യം. സോ 1 2 തെറ്റ്, 1 തെറ്റ്, എല്ലാം തെറ്റ്, ഇങ്ങനെ ഓപ്ഷൻ കൊടുത്താൽ മതി. ഇത് ഓപ്ഷൻ ഡി എന്ന് പറഞ്ഞിട്ട് 1 അല്ല 2 അല്ല. എന്താണ് 1 അല്ല 2 അല്ല എന്ന്? ഓപ്ഷൻ 1 2 തെറ്റല്ല എന്നുള്ളതല്ലേ? 1 2 തെറ്റല്ല എന്നുള്ളത് തെറ്റാണ്. കാരണം ഓപ്ഷൻ സ്റ്റേറ്റ്മെൻറ്റ് 1 ശരിയാണ്, ഓപ്ഷൻ 2 സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്. ഇനി അത് തെറ്റാണെന്ന് നമുക്ക് തെളിവ് നോക്കാം. കമ്മീഷൻ്റെ റിപ്പോർട്ട് നോക്കാം. 1992 റിപ്പോർട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ ചാപ്റ്റർ 2 പറയുന്നുണ്ട്. ചാപ്റ്റർ 2 രണ്ടാമത്തെ സെഷൻ പറയുന്നത് കമ്മീഷൻ ഷാൾ കൺസിസ്റ്റ് ഓഫ് എ ചെയർപേഴ്സൺ, എ വൈസ് ചെയർപേഴ്സൺ ആൻഡ് 5 members to be nominated by the central government from amongst persons of eminence, ability and integrity, provided the 5 members including the chairperson shall be from amongst the minority communities. മൈനോറിറ്റി കമ്മ്യൂണിറ്റികളിൽ നിന്നായിരിക്കണം എന്നാണ് 1992 മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആക്ടിൽ പറയുന്നത്. ചാപ്റ്റർ 2 സെക്ഷൻ 2 രണ്ടാമത്തെ പാരഗ്രാഫിൽ പറയുന്നുണ്ട്. പിന്നെ എങ്ങനെയാണ് തെറ്റാവും? സോ രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ എന്താ പറയുന്നത്? സെലക്ഷൻ ഈസ് നോട്ട് റെസ്ട്രിക്റ്റഡ് ടു മൈനോറിറ്റി കമ്മ്യൂണിറ്റി. മൈനോറിറ്റി ഇല്ലാത്തവർക്കും പുറത്തുനിന്ന് കയറാമെന്നാണ് പറയുന്നത്. സോ അത് തെറ്റാണ്. തെറ്റായ പ്രസ്താവന ഏതാ? 2 ആണ്. ഓപ്ഷൻ ബി. 59ൻ്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. നെയ്തർ 1 നെയ്തർ 2 എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കണമെന്ന് മനസ്സിലാകുന്നില്ല. 1 2 ശരിയല്ല എന്നാണ്. 1 2 തെറ്റല്ല എന്നാണ് പറയുന്നത്. 1 2 ശരിയാണ് എന്നാണ് പറയുന്നത്. 1 2 എന്നാണ് പറയുന്നത്. 1 അല്ല 2 അല്ല. അതായത് തെറ്റായത് 1 അല്ല 2 അല്ല. സോ അതിൻ്റെ അർത്ഥം 1 2 ശരിയാണെന്നാണ് PSC ഉദ്ദേശിച്ചത്. സോ 3 തെറ്റ് എന്നാണ് അതിലൂടെ അർത്ഥം വരിക. 3 തെറ്റല്ല, 3 ശരിയാണ്. ശരിക്ക് പറയേണ്ടിയിരുന്നത് സോ ബോത്ത് 1 and 2 എന്ന് പറയുകയാണെങ്കിൽ കുറച്ചുകൂടി കറക്റ്റാണ്. അതും ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. നെയ്തർ 1 or 2, 1 അല്ല 2 അല്ല എന്ന് പറഞ്ഞാൽ തെറ്റായത് 1 അല്ല 2 അല്ല.
അതായത് 3 എന്നുള്ളത് അർത്ഥം വരും. കാരണം ഓപ്ഷൻ 3 എന്ന് എവിടെയും കൊടുത്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഒരു ഓപ്ഷൻ ഡിയിലൂടെ ഉദ്ദേശിച്ചത് സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 2ഉം ശരിയാണ്, ഓപ്ഷൻ 3 തെറ്റ് എന്നുള്ളതാണ്. സോ അതുകൊണ്ട് തന്നെ സ്റ്റേറ്റ്മെൻറ്റ് 2 മാത്രമാണ് തെറ്റായിട്ടുള്ളത്. അതുകൊണ്ട് ഓപ്ഷൻ ബി ഓൺലി 2 എന്നുള്ളതാണ് കറക്റ്റ് ആൻസർ. ഇത് എനിക്ക് പറഞ്ഞാൽ ഇത് ഡിഫൈൻ ചെയ്ത് തരാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ തന്നെ ആ ക്വസ്റ്റ്യൻ്റെ ലെവൽ നമുക്ക് മനസ്സിലാകും. ഇതൊക്കെ ചെറിയ ക്വസ്റ്റ്യൻസാണ്, കുറച്ച് മനസ്സിലാവുന്ന ക്വസ്റ്റ്യൻസാണ്. കുറച്ചുകൂടി ഉള്ളിലേക്ക് പോയാൽ ഒരു പിടുത്തം കിട്ടാത്ത ക്വസ്റ്റ്യൻസ് ഉണ്ട്. സൈക്കോളജി ഒക്കെ എടുത്ത് നോക്കി തെറ്റ് പറഞ്ഞു തരണമെങ്കിൽ കുറച്ച് പണിയാണ്. തെറ്റില്ല. അടുത്ത ചോദ്യം, ഫൈൻഡ് ഔട്ട് ദി ആൻസർ ഫ്രം ദി കോഡ്സ് ഗിവൺ ബിലോ. സൈക്കോളജി എന്നുള്ളൊരു ചോദ്യമാണ്. ഇത് ശരിയാക്കിയവരും അറ്റംപ്റ്റ് ചെയ്തവരും വളരെ കുറവായിരിക്കും, എങ്കിലും പറയണം. മേജർ ടെനൻസ് ഓഫ് ഫ്രോയിഡ്സ് സൈക്കോ അനാലിറ്റിക് അപ്രോച്ച് ടു ഹ്യൂമൻ ബിഹേവിയർ. സ്റ്റേറ്റ്മെൻറ്റ് സൈക്കോ അനാലിസിസ് ഈസ് ബേസ്ഡ് ഓൺ പ്രിൻസിപ്പിൾ ഓഫ് മോണിസം. മോണിസമായി ബന്ധപ്പെട്ടതാണെന്നാണ് സൈക്കോ അനാലിസിസ് പറയുന്നത്. അത് ശരിയാണ്, എല്ലാവർക്കും അറിയാം. 3 ഓപ്ഷനിൽ ഒന്നുണ്ട്. ദെൻ ഫ്രോയിഡ്സ് പ്രിൻസിപ്പിൾ ഓഫ് കോൺസ്റ്റൻസി ഈസ് ആക്സെപ്റ്റഡ് ബൈ നോൺ സൈക്കോ അനാലിറ്റിക് സ്കൂൾ ആസ് വെൽ. ഇതെല്ലാവരും അംഗീകരിച്ചിരുന്നു എന്നാണ് പറയുന്നത് ഈ പ്രിൻസിപ്പിൾ. അതും ശരിയാണ്. ദെൻ ഫ്രോയിഡ് പ്രപ്പോസ്ഡ് റിജിഡ് ആൻഡ് യൂണിവേഴ്സൽ ഡെവലപ്മെൻറ്റൽ ഫേസസ്. ഡെവലപ്മെൻറ്റ് ഫേസസ് റിജിഡും ആയിരുന്നു, അതുപോലെ യൂണിവേഴ്സൽ ആയിരുന്നു, എല്ലാവർക്കും സെയിം ആയിരുന്നു എന്നാണ് പറയുന്നത്. മറ്റൊന്ന്, ദി തിയറി ഓഫ് ലിബിഡോ വാസ് മോഡിഫൈഡ് ആഫ്റ്റർ ഇലക്ട്രിക് കൺസെപ്റ്റ്. ഇലക്ട്രിക്കൽ കൺസെപ്റ്റ് വന്നതിന് ശേഷം ലിബിഡോ, അദ്ദേഹത്തിൻ്റെ തിയറി ഓഫ് ലിബിഡോ മാറ്റി എന്ന് പറയുന്നത്. സോ ഇതിൽ ക്വസ്റ്റ്യൻ കൺഫ്യൂസിങ് ആണ്, ഉറപ്പാണ്. 3ഉം 4ഉം തമ്മിൽ കൺഫ്യൂഷൻ ഉണ്ട്. കാരണം അദ്ദേഹത്തിൻ്റെ യൂണിവേഴ്സൽ ഡെവലപ്മെൻറ്റ് തിയറിയാണ്, എല്ലാവർക്കും സെയിം ഫേസ് ആണ് അയാൾ പറയുന്നത്, ഈ ഡെവലപ്മെൻറ്റ് ഫേസ് പറയുന്നത്. 3, 4, 5 ഡെവലപ്മെൻറ്റ് ഫേസ് പറയുന്നുണ്ട്. അത് യൂണിവേഴ്സലാണ്, എല്ലാവർക്കും സെയിം ആയിട്ട് തന്നെയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. സോ അങ്ങനെ വരുമ്പോൾ 1, 2, 3 ശരിയാവേണ്ടതാണ്. ഓപ്ഷൻ എ ആണ് ശരിയാവേണ്ടത്. ദെൻ ഇലക്ട്രിക്കൽ കൺസെപ്റ്റിനനുസരിച്ച് ഇദ്ദേഹത്തിൻ്റെ ലിബിഡോ അതിനനുസരിച്ച് മാറ്റിയിട്ടുണ്ട്, അല്ലെങ്കിൽ അതിനനുസരിച്ച് ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊരു എവിടെയും നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. എന്നാലും ഓപ്ഷൻ ബി എന്നുള്ളതാണ് ഇവരുടെ PSCയുടെ ഉത്തരം. ഇപ്പോൾ നമുക്ക് പറയാം, ഇത് നെറ്റിൽ നിന്ന് എടുത്ത കാര്യം മാത്രമാണ്. ചോദ്യം എന്ന് പറയുന്നത് ആദ്യത്തെ നമ്മുടെ ചോദ്യത്തിൻ്റെ തിയറി ഓഫ് ലിബിഡോ വാസ് മോഡൽഡ് ആഫ്റ്റർ ഇലക്ട്രിക് കൺസെപ്റ്റ് ആണോ എന്നുള്ളതായിരുന്നു ചോദ്യം. നോ, ഫ്രോയിഡ്സ് തിയറി ഓഫ് ലിബിഡോ വാസ് നോട്ട് മോഡൽഡ് ആഫ്റ്റർ ഇലക്ട്രിക്കൽ കൺസെപ്റ്റ്സ് ബട്ട് റാദർ ഓൺ ദി ഐഡിയ ഓഫ് സൈക്കിക് എനർജി ആയിരുന്നു. സൈക്കിക് എനർജിക്ക് അനുസരിച്ചാണ് അദ്ദേഹം അത് ചെയ്തിട്ടുള്ളതെന്നാണ് പറയുന്നത്. ദെൻ അടുത്ത ചോദ്യം, ഫ്രോയിഡിൻ്റെ സൈക്കോ തിയറി യൂണിവേഴ്സൽ ആയിരുന്നോ എന്നുള്ള ചോദ്യമാണ്. ഫ്രോയിഡ് സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഓഫ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ് പർപ്പസസ് 5 യൂണിവേഴ്സൽ സ്റ്റേജസ് ഓഫ് ഹ്യൂമൻ ഡെവലപ്മെൻറ്റ്. അത് യൂണിവേഴ്സൽ ആണ് എന്നാണ് പറയുന്നത്. സോ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഉത്തരം നമുക്ക് ഓപ്ഷൻ എ 1, 2, 3 എന്നാണെന്ന് പറയാം. പക്ഷേ ഇതൊരു ആധികാരികമായിട്ടൊരു ബുക്ക് വഴി നമുക്ക് തെളിയിക്കേണ്ടതുണ്ടാവും. ഇപ്പോൾ ഇതാരെങ്കിലും ആർക്കെങ്കിലും തെറ്റായിട്ടുണ്ടെങ്കിൽ അവർ ഏതെങ്കിലും പുസ്തകങ്ങൾ നോക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്പിലോ അല്ലെങ്കിൽ നിങ്ങൾ ഓഫ്ലൈൻ ക്ലാസ്സുകളിലോ ഉള്ള നിങ്ങളുടെ സൈക്കോളജി ടീച്ചറോട് ഇതിൻ്റെ ഒരു PDF ബുക്കോ ഒരു ആധികാരികത നിങ്ങൾക്ക് അവരിൽ നിന്നും ലഭിക്കാൻ ശ്രമിക്കുക. എന്നിട്ട് PSCയിൽ അപ്ഡേറ്റ് ചെയ്തിട്ട് ആ ക്വസ്റ്റ്യന് ഒന്നെങ്കിൽ ഡിലീഷനോ അല്ലെങ്കിൽ അത് ഓപ്ഷൻ കറക്ഷനോ കൊടുക്കാവുന്നതാണ്. അടുത്തത് ക്വസ്റ്റ്യൻ ടാഗിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ്. ഇത് പല ആളുകളും ക്യാൻ യു ഹാവിൻ്റെ എന്ന് കൊടുക്കാതിരിക്കാൻ കാരണം അവരുടെ പല ടീച്ചേഴ്സും പഠിപ്പിക്കുന്നത് ക്യാൻ യു ഹാവിൻ്റെ കൊടുക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ സ്റ്റേറ്റ്മെൻറ്റ് വെയിറ്റ് എ മിനിറ്റ് എന്നുള്ളത് ക്യാൻ യു വെയിറ്റ് എ മിനിറ്റ് എന്നത് ചോദിക്കാവുന്നതാണ്, ശരിയാണത്. സംബഡി ഹാസ് കാൾഡ് എന്നുള്ളത് ഹാവിൻ്റെ എന്നുള്ളതും ശരിയാണ്. സോ ഇതിൽ നിലനിൽക്കുന്ന ഈ ഐ വിൽ യു, ക്യാൻ യു, വുഡ് യു എന്ന് പറയുന്ന ഈ 1, 2, 3 ഓപ്ഷനുകളിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് എന്ന് പറയുന്നത് ക്യാൻ യു അല്ലെങ്കിൽ ഹാവിൻ്റെ എന്നാണ്. പക്ഷെ പൊതുവായിട്ട് ക്യാൻ യു അല്ലെങ്കിൽ ഹാവിൻ്റെ എന്നുള്ളത് ക്യാൻ യു എന്നുള്ളത് ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആണ് ചോദ്യമെങ്കിൽ ക്യാൻ യു കൊടുക്കാം. പക്ഷേ എന്നിട്ടും അവർ എന്തിനാണ് ഓപ്ഷൻ 4 എന്നുള്ളതിൽ നൺ ഓഫ് ദി അബോവ് എന്ന് ചേർത്തത്? സോ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നൺ ഓഫ് ദി അബോവ് അല്ലേ? മോസ്റ്റ് അപ്രോപ്രിയേറ്റ് അല്ലേ ചോദിക്കുന്നത്? നൺ ഓഫ് ദി അബോവിൽ എന്തും വരാം. കറക്റ്റായിട്ടുള്ള വിൽ യു ഉപയോഗിക്കാം, കറക്റ്റായിട്ടുള്ള. സോ അതായിരിക്കുമല്ലോ ഉത്തരം. സോ അതുകൊണ്ട് തന്നെ ഇത് ഡിലീഷന് സാധ്യതയുണ്ട്. ഇതും നിങ്ങൾക്ക് ഈ ക്വസ്റ്റ്യനും റൈസ് ചെയ്യാവുന്നതാണ്. ദെൻ അടുത്തൊരു 49ാമത്തെ ക്വസ്റ്റ്യൻ ആയിരുന്നു.
കോഡ് എയിൽ വാട്ട് ഈസ് ദി മാക്സിമം പണിഷ്മെൻറ്റ് ഫോർ എ സെക്കൻഡ് ഓർ സബ്സിക്വൻറ്റ് കൺവിക്ഷൻ അണ്ടർ സെക്ഷൻ 67A ഫോർ പബ്ലിഷിംഗ് ഓർ ട്രാൻസ്മിറ്റിംഗ് സെക്ഷലി എക്സ്പ്ലിസിറ്റ് മെറ്റീരിയൽ ഇൻ ഇലക്ട്രോണിക് ഫോംസ്? എന്താണ് 67A പ്രകാരം മാക്സിമം പണിഷ്മെൻറ്റ്? രണ്ടാമതോ അല്ലെങ്കിൽ വീണ്ടുമോ ചെയ്താലെന്നാണ് ചോദ്യം. ഈ രണ്ടാമത് വീണ്ടും ചെയ്യാത്തവർക്കൊക്കെ കാണാത്തവർക്കൊക്കെ ഇത് 5 വർഷവും ആയിരിക്കും ഉത്തരം. പക്ഷേ ശരിക്കും ഉത്തരം എന്താണ്? 7 years ആണ്. 7 years 10 lakh rupees ആണ് കറക്റ്റ് ആൻസർ. അത് പറയുന്നുണ്ട് സെക്ഷൻ 67 ഓഫ് ദി ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് ഇൻ ഇന്ത്യ ഡീൽസ് വിത്ത് ദി punishment for publishing or transmitting sexually explicit materials in electronic forms. The punishment is as follows. First conviction up to 5 years in prison and a fine up to 10 lakh rupees. Second or subsequent conviction up to 7 years in prison and fine up to 10 lakh rupees. 7 ആണ്. So imprison to 7 and 10 lakh rupees. Option B. ഓപ്ഷൻ ബി ആയിരിക്കും കറക്റ്റ് ഉത്തരം. ഓപ്ഷൻ എ ആണ് PSCയുടെ ഉത്തരം. സോ അതും ചലഞ്ച് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് കട്ട് ഓഫിലേക്ക് കിടക്കാം. പിന്നെ മറ്റൊരു ക്വസ്റ്റ്യൻ, അത് ആധികാരികമായിട്ട് അതിൻ്റെ തെളിവ് എനിക്ക് ലഭിച്ചിട്ടില്ല, എങ്കിലും കിട്ടിയാൽ ഞാൻ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താം. ഇൻഡയറക്റ്റ് ടാക്സിൽ ഏത് ഇൻഡയറക്റ്റ് ടാക്സ് ആണ് GSTയിൽ പെടാത്തതെന്നാണ്. ഇതിൻ്റെ ഉത്തരം പല ആളുകളും ഓപ്ഷൻ ഡി ലക്ഷറി ടാക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ശരിക്ക് ഉത്തരം എന്ന് പറയുന്നത് കസ്റ്റംസ് ഡ്യൂട്ടി തന്നെയാണ്. എങ്കിലും PSCയുടെ മുൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഏതിലോ കസ്റ്റംസ് ഡ്യൂട്ടി IGSTയിലാണ് പെടുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഏതാണെന്ന് അറിയെങ്കിൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിൻ്റെ തെളിവുകൾ ഉണ്ടെങ്കിലും നിങ്ങൾ ആഡ് ചെയ്യുക. സോ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യനും ഡിലീഷന് സാധ്യതയുണ്ട്. ഇത് തെറ്റിയവർ ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. GSTയിൽ പെടുന്നത് നോട്ട് സബ്സ്യൂമഡ്, പെടാത്തത് നോട്ട് സബ്സ്യൂമഡ് ആണ്. ഇൻഡയറക്റ്റ് ടാക്സും ആവണം. അങ്ങനത്തത് ഏതാണെന്ന് ചോദിച്ചാൽ കസ്റ്റം ഡ്യൂട്ടിയാണ് PSCയുടെ ഉത്തരം. പല ആളുകളും ലക്ഷറി ടാക്സ് എടുത്തിട്ടുണ്ടാവും. സോ അതുകൊണ്ട് തന്നെ PSCയുടെ ഒരു ഉത്തരം നിലനിൽക്കെ നിങ്ങൾക്കത് ചലഞ്ച് ചെയ്യാം. കസ്റ്റം ഡ്യൂട്ടി IGSTയിൽ പെടുന്നതാണ് PSC മുൻപ് പറഞ്ഞിട്ടുള്ളത് ഏതൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഏതാണെന്ന് കറക്റ്റായിട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. സോ അത് അറിയെങ്കിൽ രേഖപ്പെടുത്തുക. ഇനി നിങ്ങൾക്ക് ഇതല്ലാതെ ഈ കൂടാതെ പറഞ്ഞ ക്വസ്റ്റ്യൻസ്, അതായത് കോഡ് എ പ്രകാരം നമ്മൾ ഏതൊക്കെയാണ് പറഞ്ഞു? 57 പറഞ്ഞു. ദെൻ 57 കറക്റ്റാണ്, ഒരു തെറ്റുമില്ല. 57 പിന്നെ 59 പറഞ്ഞു. 59 കറക്റ്റ് തെളിവ് നമ്മുടെ കയ്യിലുണ്ട്. 59 ഉണ്ട്. പിന്നെ 10 ഇപ്പോൾ പറഞ്ഞത്. അതിൻ്റെ തെളിവ് കിട്ടിയാൽ നിങ്ങൾ രേഖപ്പെടുത്തുക. പിന്നെ 77 ഇത് കറക്റ്റാണ്, പക്ഷേ പുസ്തകത്തിൽ നിന്ന് ലഭ്യമല്ല. ആ പുസ്തകം ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അല്ലെങ്കിൽ നിങ്ങളുടെ ടീച്ചേഴ്സിനോടോ സൈക്കോളജി ടീച്ചേഴ്സിനോടൊക്കെ ചോദിച്ച് കറക്റ്റ് ഇപ്പോൾ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസോ അല്ലെങ്കിൽ അതുപോലെ സൈക്കോ അനാലിറ്റിക്കൽ തിയറി ഡിഫൈൻ ചെയ്യുന്ന പുസ്തകങ്ങൾ സൈക്കോളജിക്കൽ പുസ്തകങ്ങളിലൊക്കെ ഒന്ന് പരതിയാൽ കിട്ടാവുന്നതാണ്. ഇതും അല്ലെങ്കിൽ കൺഫ്യൂസിങ് ആണ്, അല്ലെങ്കിൽ ഡിലീഷനെങ്കിലും സാധ്യതയുള്ളതാണ്. ദെൻ ഈ ക്വസ്റ്റ്യൻ ടാഗിൻ്റെയും തന്നെ ഡിലീഷന് പോകാൻ സാധ്യതയുള്ളതാണ്. കാരണം മോസ്റ്റ് അപ്രോപ്രിയേറ്റ് നൺ ഓഫ് ദി എബോവ് ആണ്. പക്ഷേ 3 ആയിരുന്നെങ്കിൽ അതിൽ ക്യാൻ യു ഹാവിൻ്റെ കറക്റ്റ് ആൻസറാണ്, ഒരു തെറ്റുമില്ല. ക്യാൻ യു ഹാവിൻ്റെ ഇസ് ദി മോസ്റ്റ് അപ്രോപ്രിയേറ്റ്. വിൽ യു, ക്യാൻ യു, വുഡ് യു എന്നുള്ള 3 ഓപ്ഷൻ ആയിരുന്നെങ്കിൽ അതാണ്. പക്ഷെ നൺ ഓഫ് ദി എബോവ് എന്തിനാണ് വെച്ചതെന്ന് അറിയില്ല. അതുകൊണ്ട് നൺ ഓഫ് ദി എബോവ് ആവാം. നൺ ഓഫ് ദി എബോവിൽ എന്തും വരാമല്ലോ. ദെൻ 67A ഇതും കറക്റ്റ് പ്രോപ്പറായിട്ട് ഉള്ളൊരു മിസ്റ്റേക്ക് തന്നെയാണ്. സോ ഈ പറഞ്ഞതാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു പ്രോപ്പറായിട്ടുള്ളത്. ഇനി വേറെ ഏതെങ്കിലും ഉണ്ടാവും, പക്ഷേ അതൊന്നും ഇത്ര ആധികാരികമല്ലാത്ത ക്വസ്റ്റ്യൻസ് ആണ്. സോ ഈ ക്വസ്റ്റ്യൻസ് എന്തായാലും ഡിലീഷനോ ചേഞ്ചിനോ ഒരു 80% സാധ്യതയുള്ളതാണ്. സോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ കട്ട് ഓഫ് മാർക്കൊക്കെ ഇനി വരാൻ പോകുന്നത്. സോ നമുക്കൊരു പ്രീവിയസ് SI അനാലിസിസ് നടത്താം. എങ്ങനെയായിരുന്നു SI സിവിലിൻ്റെ കാര്യം എടുത്ത് നോക്കാം. 2019 നോട്ടിഫിക്കേഷൻ. 2022 വന്ന SI മെയിൻ ലിസ്റ്റിൽ കട്ട് ഓഫ് 38.67. ഈ ഒരു കട്ട് ഓഫ് കുറയാൻ കാരണം എന്തായിരുന്നു വെച്ചാൽ 2017 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിരുന്നു എന്നുള്ളത് കൊണ്ടാണ്. ഏറ്റവും കൂടുതൽ SIയിൽ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട ഒരു ലിസ്റ്റായിരുന്നു അത്. കാരണം ഒന്നുമല്ല, അത് പ്രീവിയസ്
ലിസ്റ്റ് കഴിഞ്ഞ് 2 വർഷത്തോളം ഒരു വർഷത്തോളം ഗ്യാപ്പ് കിട്ടിയിരുന്നു. അത്രയും വാക്കൻസി പ്രീവിയസ് ആയിട്ട് 250ഓളം വാക്കൻസി ആൾറെഡി ഉണ്ടായിരുമ്പോഴാണ് ഈ ലിസ്റ്റ് നിലവിൽ വരുന്നത്. പിന്നെ അതിനുശേഷം വന്ന ഒഴിവുകളും കൂട്ടിയിട്ട് 626 പേരെയാണ് അതിൽ റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതായത് ഈ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പോൾ 2017 പേരുണ്ടായിരുന്നു. പക്ഷേ അതിൽ ഫിസിക്കലും ഇൻ്റർവ്യൂവും ഒക്കെ കഴിഞ്ഞപ്പോൾ 626 പേരായിരുന്നു റാങ്ക് ലിസ്റ്റിൽ വന്നപ്പോൾ ഉണ്ടായിരുന്നത്. അതായത് ഫിസിക്കലിലായിരിക്കും കൂടുതൽ ആളുകൾ പോയത്. 31.3% ഫിസിക്കലിൽ വിജയം കിട്ടിയത്. ബാക്കി എല്ലാവരും പരാജയപ്പെട്ടു. ഇത്തരം 33.3 എത്താനുള്ളൊരു കാരണം എന്താ വെച്ചാൽ അതിൽ കൂടുതൽ ഒരുപാട് പേര് ഏജ് ഓവറായവരും അതിനോടടുത്ത് നിൽക്കുന്നവരായിരുന്നു ഏറ്റവും കൂടുതൽ ഉണ്ടായിരുന്ന ഒരു കാലമായിരുന്നു. കാരണം അത്രയും ശേഷം നടത്തുന്ന ഒരു എക്സാം ആയിരുന്നു. അതുകൊണ്ട് കൂടിയായിരുന്നു ഇത്തരത്തിലുള്ളൊരു 2019 നോട്ടിഫിക്കേഷൻ ഡേറ്റ് ഇട്ടായിരുന്നത്. അതുകൊണ്ട് ഒരുപാട് പേർക്ക് അവസരം കിട്ടി. അതുകൊണ്ട് ആ ഏജിലുള്ളവർ വന്നു. അതുകൊണ്ടാണ് ഫിസിക്കൽ കുറേ 31% താഴാൻ കാരണം. 2023 വരുമ്പോൾ ഇപ്പോൾ നിലവിൽ 2024 ഒരു ലിസ്റ്റ് ഉണ്ട്. അതിൻ്റെയാണ് 2023 എന്ന് പറയുന്നത്. അതിൽ കട്ട് ഓഫ് 43.33 ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റിൽ 43.33 കട്ട് ഓഫ്. ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടത് 1749 പേരാണ്. 2017 ഉള്ളത് 1749 പേരാക്കി. ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ SIയിൽ ഒരു 45 കട്ട് ഓഫ് വരണ്ടായിരുന്നു. പക്ഷേ PSC മാക്സിമം കുറച്ച് കൂടുതൽ ആളെടുക്കാൻ വേണ്ടിയിട്ട് 1749 പേരാക്കി. അങ്ങനെ 694 പേര് ഫിസിക്കൽ കഴിഞ്ഞതിന് ശേഷം റാങ്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടു. 694 പേര് റാങ്ക് ലിസ്റ്റിൽ വന്നു. ഫിസിക്കൽ ഏകദേശം 40% ആളുകൾ ഫിസിക്കൽ പാസ്സായി. സോ അതൊന്ന് മനസ്സിലാക്കേണ്ടത് ഫിസിക്കൽ ഇപ്പോൾ വലിയൊരു കടമ്പയല്ല. ഒരു 60% ആളുകൾ തോറ്റാലും 40-50% ആളുകൾ ഫിസിക്കൽ പാസ്സാകുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ കട്ട് ഓഫിൽ പരിഗണിക്കണം. മുമ്പത്തെ പോലെയല്ല. ഇതിനു മുമ്പ് 27-25% ആയിരുന്നു പാസ് പെർസെൻറ്റേജ്. അതുകൊണ്ട് തന്നെ സപ്ലിമെൻ്ററി ലിസ്റ്റിലുള്ളവർക്കും കിട്ടിയിരുന്നു. ഇപ്പോൾ അത് 31 എത്തി. ഇപ്പോൾ അത് 39 വരെ എത്തി. നാളെ അത് 40-45 ആയാലും, കാരണം എത്ര കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ലിസ്റ്റിൽ പെടണം. ഈ ജോലി വേണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുടെ എണ്ണം കൂടി. സോ അതിനുള്ള സമയവും കിട്ടുന്നുണ്ട്, പരിശീലനത്തിനുള്ള പോസിബിലിറ്റി കൂടി. മുമ്പ് അതൊന്നും ഉണ്ടായിരുന്നില്ല. സ്വന്തമായിട്ട് ഗ്രൗണ്ടിലോ എവിടെയെങ്കിലുമൊക്കെ പോയിട്ട് ചെയ്യേണ്ടി വരുന്നു, വീടിന് ചുറ്റും ഓടുമായിരുന്നു. സോ ആ സാഹചര്യമൊക്കെ മാറി. ഇപ്പോൾ അതിനനുസരിച്ചുള്ള ഫീൽഡുകൾ ലഭ്യമാണ്, കോച്ചിങ് സെൻറ്റർ പോലും ലഭ്യമാണ്. സോ അതുകൊണ്ട് തന്നെ 40%-ഓളമായി സക്സസ് പെർസെൻറ്റേജ്. 1749 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തപ്പോൾ 694 പേര് ആണ് മെയിൻ ലിസ്റ്റിൽ വന്നത്. മെയിൻ ലിസ്റ്റ് പറഞ്ഞാൽ സപ്ലിമെൻ്ററി കൂട്ടാതെയുള്ള കാര്യങ്ങളാണ് ഈ പറയുന്നത്. ഒന്നിലും സപ്ലിമെൻ്ററി കൂട്ടിയിട്ടില്ല. കാരണം സപ്ലിമെൻ്ററിയിലേക്ക് പോകുന്ന ഒരു അവസ്ഥയൊക്കെ വളരെ ചുരുങ്ങിയത് മാത്രമല്ല, ലിസ്റ്റിൻ്റെ 50% ആളുകൾക്ക് മാത്രമേ ജോലി കിട്ടൂ എന്നുള്ളൊരു സാഹചര്യത്തിൽ കൂടി SI പോലും എത്തിയിട്ടുണ്ട് എന്നുള്ളത് വളരെ വേദനാജനകമാണ്. എന്തിനാണ് ഈ 1 ഇയറിൽ, ഒരു വർഷത്തിൽ ഇത്ര ആളുകളെടുത്ത് നിരാശരാക്കുന്നത് എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. സോ നമുക്ക് 2024 ഒരു ചാൻസ് ഇതനുസരിച്ച് നോക്കുകയാണെങ്കിൽ മെയിൻ ലിസ്റ്റിൽ ഒരു 1500 പേരെ എടുക്കാനുള്ള സാധ്യതയുള്ളൂ. മെയിൻ ലിസ്റ്റിൽ ഒരു 600 പേര്, അതുകൊണ്ട് അതിൽ നിന്നും ഒരു 600 പേരോളം റാങ്ക് ലിസ്റ്റിലുണ്ടാവും. ഫിസിക്കൽ കഴിഞ്ഞാൽ 600 പേര് മെയിൻ ലിസ്റ്റിൽ, സപ്ലിമെൻ്ററി കൂടാതെയുള്ള മെയിൻ ലിസ്റ്റിൽ, റാങ്ക് ലിസ്റ്റിൽ 600 പേരുണ്ടാവും. സോ ഇത് വെച്ചിട്ടൊരു കട്ട് ഓഫാണ് നമ്മൾ പറയുന്നത്. ആമഡിൻ്റെ കൂടെ നോക്കാം, ആമഡും കൂടി ഉള്ളവരുണ്ടാവും. സോ അതുകൊണ്ട് നോക്കാം. മെയിൻ ലിസ്റ്റ് 2022 കട്ട് ഓഫ് 43.3 ആമഡിൽ നിങ്ങൾക്കറിയാം കട്ട് ഓഫ് കൂടും. കാരണം ശരിക്കും ആമഡിൽ പോകുന്നവരാണ് കുറവെങ്കിലും ആമഡിൽ വാക്കൻസി കുറവ് SI സിവിലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറവായതുകൊണ്ട് എന്താണ് ആമഡിൽ കട്ട് ഓഫ് കൂടും. ഇത് ശരിക്കും ഓപ്ഷൻ കൊടുക്കുന്ന ഒരു രീതിയൊക്കെ വെച്ച് നോക്കിയാൽ കുറേ ആളുകൾക്ക് കയറാം. ഇതിപ്പോൾ NJD ചിലപ്പോൾ വരാം. ആമഡിലുള്ളവർ SIക്ക്, SIയിലുള്ളവർ ആമഡിലേക്ക് പോവാം. SI സിവിലാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഓപ്റ്റ് ചെയ്യുന്നത്. കൂടുതലായിട്ട് അപേക്ഷകർ കുറച്ചുകൂടി ആമഡ് അപേക്ഷകർ കുറച്ചുകൂടി ഫിസിക്കലൊക്കെ ഫിറ്റ് ആയവരായിരിക്കും. അതുകൊണ്ട് തന്നെ ഫിസിക്കൽ തോൽക്കാനുള്ള ചാൻസുകൾ സിവിലിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ കുറവാണ്. കാരണം അവർ കുറച്ചുകൂടി ഫിറ്റ് ആയവർ മാത്രമേ ആമഡിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയുള്ളൂ. അതുപോലെ തന്നെ മാർക്ക് കൂടുതലുള്ളവർ SI സിവിലിലുള്ളവരായിരിക്കും. SI ഇതിലുള്ളവർ മാർക്ക്
ഹൈ മാർക്കുള്ളവർ കുറവായിരിക്കും, മീഡിയം മാർക്കുള്ളവരായിരിക്കും ഇതിൽ കൂടുതലുണ്ടാകും. പക്ഷെ എന്നാലും കട്ട് ഓഫ് വരുമ്പോൾ 43.3 അന്ന് തന്നെ വന്നിട്ടുണ്ട്. 2023 ലിസ്റ്റ്, 22 ലിസ്റ്റിൽ തന്നെ 43.3 വന്നിട്ടുണ്ട്. 912 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ആ സമയത്ത് നമുക്ക് ഇവിടെ 2017 പേരുണ്ടായിരുന്നു. പാസ്സായത് 297 പേര് മാത്രമാണ്. ഫിസിക്കലൊക്കെ കഴിഞ്ഞ് 297 പേരുണ്ടായിരുന്നു. 32.5% പാസ്സായി. കാരണം ഇവിടെ ആ സമയത്ത് നമുക്ക് 31 ഉള്ളൂ, അതിനേക്കാളും കുറച്ച് കൂടുതലുണ്ട്. കാരണം ഫിസിക്കൽ അപേക്ഷിക്കുന്നവർ അങ്ങനെയുള്ളവരാകുന്നത് കൊണ്ടാണ്. ഇനി 2023 ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ്, 24 നിലവിലുള്ള ലിസ്റ്റ് നോക്കുകയാണെങ്കിൽ കട്ട് ഓഫ് സെയിം ആയിരുന്നു, 43.33 തന്നെയായിരുന്നു. ഷോർട്ട് ലിസ്റ്റ് ചെയ്തത് 928 പേരെയാണ്, കുറച്ചുകൂടി കൂടുതൽ ആളുകളുടെ എടുത്തു. മെയിൻ ലിസ്റ്റിൽ 393 പേര്, മെയിൻ ലിസ്റ്റിൽ 393 പേരാണുള്ളത്. 42.3% സക്സസ് റേറ്റ്. അതായത് ഫിസിക്കലെല്ലാം ഒക്കെ കടന്ന് വരുന്നത് 42.3%. അത് ഇവിടെ 39.6 ആയിരുന്നു. സോ ഇതൊരു 45% എത്തുന്നുള്ളത് നമുക്ക് പ്രതീക്ഷിക്കാം 24 ആകുമ്പോൾ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ 24 ഈ പുതിയ ലിസ്റ്റ് 25 ലിസ്റ്റാണ് നോക്കുകയാണെങ്കിൽ SI മെയിൻ ലിസ്റ്റിൽ ഒരു 750 പേരെ ഷോർട്ട് ലിസ്റ്റ് ചെയ്യും. മെയിൻ ലിസ്റ്റിൽ ഒരു 330 പേരുണ്ടാവും. കട്ട് ഓഫ് ഒരു 45 മാർക്ക്. കട്ട് ഓഫ് അടുത്തതിൽ പറയാം. സോ ഇത് മനസ്സിലായെന്ന് തോന്നുന്നു. ഇതിനനുസരിച്ചായിരിക്കും ഒരു കട്ട് ഓഫ് പറയാൻ പോകുന്നത്. കട്ട് ഓഫിന് ശേഷം ഞാൻ നിങ്ങൾക്ക് എങ്ങനെയാണ് നമ്മുടെ പ്രൊഫഷണൽ ആൻസർ കീ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് കൂടി, പ്രൊഫൈലിലൂടെ എങ്ങനെ ചലഞ്ച് ചെയ്യുക എന്നുള്ളത് കൂടി പറഞ്ഞു തരുന്നുണ്ട്. സോ അതുകൂടി ശ്രദ്ധിച്ച ശേഷം നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ അല്ലാതെ ഏതെങ്കിലും ക്വസ്റ്റ്യൻ ഡിലീഷൻ ഉണ്ടെങ്കിൽ അത് പറയാം. പറഞ്ഞ ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ആധികാരികത തെളിയിക്കാനുള്ള ബുക്കോ റെഫറൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യാം. പറഞ്ഞ ക്വസ്റ്റ്യൻസിൽ എഗെയിൻസ്റ്റ് എന്തെങ്കിലും ആർഗ്യുമെൻ്റ് ഉണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ ഏർപ്പെടുത്തും. ദെൻ കട്ട് ഓഫ് നോക്കുകയാണെങ്കിൽ SI സിവിലിന് കാണുന്നത് 40 മുതൽ 43 വരെയുള്ള ഒരു കട്ട് ഓഫാണ്. അതായത് ഞാൻ വിചാരിക്കുന്നത് 40-ന് മുകളിലുള്ളവർക്കൊക്കെ ലിസ്റ്റിൽ പെടാം എന്നുള്ളതാണ്. മാക്സിമം ആയ 43 മാർക്കായിരിക്കും ഇതിൻ്റെ കട്ട് ഓഫ്. അതായത് കഴിഞ്ഞ പ്രാവശ്യത്തെ ആമഡിൻ്റെ അതേ കട്ട് ഓഫ് ആയിരിക്കും പ്രാവശ്യത്തെ SIകൾ. ഇതിനൊരു കാരണം, ഇപ്പോൾ ഇത്രയൊക്കെ മാർക്ക് വാങ്ങുമോ എന്ന് ചോദിക്കുന്നവരായിരിക്കും ഇതിൽ കൂടുതൽ പേര്. 40, 38 അല്ലേ വരുള്ളൂ, അല്ലെങ്കിൽ 37, 35 അല്ലേ, എനിക്ക് 35 അല്ലേ ഉള്ളൂ. ഇതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞത് മാർക്കല്ല, വാക്കൻസിയാണ്. ഈ ഒരു ലിസ്റ്റ് ഒരു വർഷത്തെയാണ്. ഇപ്പോൾ നിലവിലുള്ള ലിസ്റ്റ് 3 മാസമായി. 3 മാസമായിട്ട് ഒരു നിയമനം SIയിൽ നടന്നിട്ടില്ല എന്നുള്ളതാണ് പ്രൊഫൈൽ നോക്കിയാൽ, അഡ്വൈസ് ചാർട്ട് നോക്കിയാൽ മനസ്സിലാവുന്നത്. 3 മാസമായിട്ട് ഒരു വർഷം ലിസ്റ്റ്, അതായത് 9 മാസം, ഇനി 9 മാസമുള്ളൂ. 3 മാസത്തിൽ ഒരു അപ്പോയിൻമെൻറ്റ് നടന്നിട്ടില്ലെങ്കിൽ ഈ 9 മാസത്തിൽ ഇനി എന്ത് അപ്പോയിൻമെൻറ്റ് നടക്കും എന്നുള്ളതാണ് ചോദ്യം. സോ 40, 43 താഴാനുള്ളൊരു സാധ്യത കാണുന്നില്ല. ദെൻ ആമഡ് എടുത്ത് നോക്കിയാൽ 43 മുതൽ 45 വരെ ഉണ്ടാവും. അതിന് താഴേക്ക് വരാനും സാധ്യത കാണുന്നില്ല. അത് മാർക്ക് കുറവായതുകൊണ്ടല്ല, കോമ്പറ്റീഷനും വാക്കൻസിയും കുറവായതുകൊണ്ടാണ്. 150, 200 വാക്കൻസിയിലപ്പുറം വാക്കൻസി ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല ഈ ഒരു സാഹചര്യത്തിൽ. കഴിഞ്ഞ പ്രാവശ്യം 250 ആൾറെഡി ഉണ്ടായിരുന്നത് കൊണ്ടാണ് കൂടുതൽ വാക്കൻസി വന്നത്. പ്രാവശ്യം അത് പ്രതീക്ഷിക്കാൻ കഴിയുന്നില്ല. ഇതുവരെ ഒരു ചലനമില്ല. ഇനി മാർച്ചിൽ വല്ല ചലനവും നടന്നാലായി. ഈ മാർച്ച് മാത്രമാണ് എപ്പോഴും പ്രതീക്ഷയുള്ളത് ഏത് പോസ്റ്റിനാണെങ്കിലും. മാർച്ച്, ഏപ്രിൽ, മെയ് ഈ സമയത്ത് വരുന്ന ഒഴിവുകൾ മാത്രമാണ് കൂടുതലായിട്ടുള്ളത്. SIൻ്റെ ഒരു ഷുവർട്ടി ഞാൻ പറയുകയാണെങ്കിൽ 48 മാർക്കിന് മുകളിലുള്ളവർക്ക് ഷുവറായിട്ട് ഒരു സന്തോഷത്തോടുകൂടി ഇരിക്കാൻ പറ്റുന്നവർ അവർ മാത്രമായിരിക്കും. 48 ഞാൻ പറയുന്ന ഫൈനൽ ആൻസർ കീ വന്നതിന് ശേഷമുള്ള 48ആണ്, ഇപ്പോൾ ഉള്ള 48 അല്ല. ഞാനിപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ടുള്ള ഒരു 48 മാർക്ക് മുകളിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഷുവറായിട്ട് സമാധാനത്തോടു കൂടി ഇരിക്കാം, ജോലി കിട്ടും എന്നുള്ളത് 90% ഉറപ്പാണ്. ആമഡിൽ ഒരു 50-ന് മുകളിലുണ്ടെങ്കിൽ ഷുവറായിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം നിങ്ങൾക്ക് ജോലി കിട്ടും എന്നുള്ളത്. ഏറ്റവും ഷുവർട്ടി പറഞ്ഞാൽ 50-ന് മുകളിലുള്ളതും 55-ന് മുകളിലുള്ളവർക്കും ഷുവറാണ് 100%. SIയിൽ 50 മാർക്കിന് മുകളിലുള്ളവർക്ക് പക്ക ഷുവറാണ്. ആമഡിൽ 55, 53-ന് മുകളിലുള്ളവർ പക്ക ഷുവറാണ്, അവർക്ക് ആമഡും കിട്ടും. ബാക്കിയൊക്കെ ഇങ്ങനെയായിരിക്കും. എന്തായാലും 40-ന്
43 മുകളിൽ SI സിവിൽ പോവില്ല, 45 മുകളിൽ SI ആർമഡ് പോവില്ല. 48 പോയവർക്ക് നല്ല രീതിയിൽ പ്രതീക്ഷിക്കാം. അവർ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ ഫിസിക്കൽ അറ്റൻഡ് ചെയ്യുക, ഒരു വീഴ്ചയും വരുത്തരുത്. പിന്നെ ആർമഡിനാണെങ്കിൽ 50 മുകളിലുള്ളവർ ഒരു വീഴ്ചയും വരുത്തരുത്. 40 മുകളിലുള്ള എല്ലാവരും ഫിസിക്കൽ സ്റ്റാർട്ട് ചെയ്യുക. കാരണം അവരെന്തായാലും ഫിസിക്കലിന് വിളിക്കും, അത് ഉറപ്പാണ്. അവരെ ഫിസിക്കലിന് വിളിച്ചിരിക്കും. ജോലി കിട്ടുന്നത് രണ്ടാമതിന്, അത് നമ്മുടെ കയ്യിലല്ല. സോ ആത്മവിശ്വാസത്തോടു കൂടി തന്നെ കൂടുതൽ ആളുകൾ തോൽക്കുമെന്ന് വിചാരിച്ചോളൂ. ഫിസിക്കലിൽ കൂടുതൽ ആളുകൾ തോൽക്കും, അപ്പോൾ നിങ്ങൾക്ക് ചാൻസ് ആയില്ലേ. സോ 40 മുകളിലുള്ള എല്ലാവർക്കും ഫിസിക്കലിന് ആരംഭിക്കാം. നിങ്ങൾ ഫിസിക്കൽ കുറച്ച് ബാക്കാണെങ്കിൽ, അല്ലാത്തവർക്കൊക്കെ തലേ ദിവസം പോയി ചാടുന്നവർ വരെ ഉണ്ട്, നേരിട്ട് പോയി ചാടുന്നവരുണ്ട്. ഫിസിക്കലി ഫിറ്റായ ആളുകൾ, അവർക്കൊന്നും ടെസ്റ്റ് ചെയ്യേണ്ട ആവശ്യം പോലുമില്ല. അപ്പോൾ ഇതിൻ്റെ നമ്മുടെ എങ്ങനെയാണ് ഇനി ആൻസർ കീ നമുക്ക് ചലഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ചോദ്യം. സോ ഈ പറഞ്ഞ ഞാനൊരു 5-6 ചോദ്യം പറഞ്ഞിട്ടുണ്ട്. ഇതിന് പുറമെ ഏതെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്കും ചലഞ്ച് ചെയ്യാം. ചലഞ്ച് ചെയ്യുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നിങ്ങൾ വെറുതെ ഇപ്പോൾ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിലെ നിങ്ങളുടെ ആൻസർ തെറ്റിയെന്ന് കരുതിയിട്ട് അത് പോയി കയറി നിങ്ങൾ റിക്വസ്റ്റ് ഇടരില്ലേ. കാരണം നിങ്ങളുടെ പ്രൊഫൈലിൽ നിന്നാണ് ഇതിടുന്നത്. പ്രൊഫൈലൊക്കെ ബ്ലോക്കായി പോയാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. സോ അതിനൊന്നും ഇടവരുത്തരുത്. നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് ഉണ്ടെങ്കിൽ മാത്രം റിക്വസ്റ്റ് കൊടുക്കുക, അല്ലെങ്കിൽ അത് PSC തള്ളും. സോ പ്രോപ്പറായിട്ടുള്ള എവിഡൻസ് കിട്ടിയതിന് ശേഷം മാത്രം നിങ്ങൾ റിക്വസ്റ്റ് ഇടുക. ആദ്യം നിങ്ങൾ പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങൾ മുകളിൽ മൈ പ്രൊഫൈലിന് ശേഷം കാണാൻ റിക്വസ്റ്റ് എന്ന് പറയുന്ന റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ റിക്വസ്റ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ചലഞ്ച് ചെയ്യേണ്ടതെന്ന് പറയും. റീചെക്കിങ്, നിങ്ങളുടെ സ്ക്രിപ്റ്റ് റീചെക്ക് ചെയ്യാനാണോ, ആൻസർ സ്ക്രിപ്റ്റ് കിട്ടാനാണോ, ക്വാളിഫിക്കേഷൻ ആഡ് ചെയ്യാനാണോ, സ്ക്രൈബ് ആവശ്യത്തിനാണോ, OMR ഓൺലൈനിലെ ആൻസർ കീയിലെ കംപ്ലൈൻറ്റ് കൊടുക്കാനാണോ, ദെൻ എലിജിബിലിറ്റി ടെസ്റ്റിലാണോ. നമ്മുടേത് ഏതാ വരിക? ലാസ്റ്റിന് മുകളിലുള്ളത് ആൻസർ കീ കംപ്ലൈൻറ്റ്സ് OMR ഓൺലൈൻ, അതിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യുക, എന്താണ് ചലഞ്ച് ചെയ്യേണ്ടത്, എക്സാമിൻ്റെ ഡേറ്റ് കൊടുക്കുക, പോസ്റ്റ് ഏതാണെന്ന് കൊടുക്കുക, ക്വസ്റ്റ്യൻ മലയാളം കൊടുക്കുക. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ ക്വസ്റ്റ്യൻ കോഡ് പ്രകാരമായിരിക്കും നിങ്ങൾ കൊടുക്കേണ്ടത്. അപ്പോൾ നിങ്ങളത് C ആണെങ്കിൽ കറസ്പോണ്ടിങ് Aയിൽ ഏതാണ് വരുന്നത് എന്ന് നോക്കിയിട്ട് മാത്രമാണ് കൊടുക്കേണ്ടത്. അതിന് നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പർ ഡൗൺലോഡ് ചെയ്യുക, നിങ്ങളുടെ Aയിലുള്ള ക്വസ്റ്റ്യൻ കണ്ടുവയ്ക്കുക, എന്നിട്ടാണ് ചെയ്യേണ്ടത്. പിന്നെ ക്വസ്റ്റ്യൻ നമ്പർ കൊടുക്കുക. ക്വസ്റ്റ്യൻ നമ്പർ കൊടുത്തതിന് ശേഷം നിങ്ങളോട് ചോദിക്കും ഏതാണ് കറക്റ്റ്. ഇപ്പോൾ നിങ്ങൾ കൊടുക്കുന്നത് ക്വസ്റ്റ്യൻ ആൻസർ പ്രൊവൈഡ് ചെയ്തത് തെറ്റാണ്, പ്രൊഫഷണൽ കീയിലാണെങ്കിൽ അത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് ആൻസർ ഏതാണെന്ന് ചോദിക്കും, അത് ക്ലിക്ക് ചെയ്യുക. അതിനുള്ള കാരണം ഒരു ബോക്സ്, കമൻറ്റ് ബോക്സ് ഉണ്ടാവും, അവിടെ രേഖപ്പെടുത്തുക. അതിനുശേഷം PDF, നിങ്ങൾ ആധികാരികത തെളിയിക്കാനുള്ള PDFും അതിൻ്റെ ബുക്ക് നമ്പർ, പേജ് നമ്പർ, റെഫറൻസ്, പബ്ലിഷിംഗ് ഇയർ, ഈ കാര്യങ്ങളൊക്കെ കൊടുക്കണം. അതിനുശേഷം നിങ്ങൾ സേവ് ചെയ്യുക, സബ്മിറ്റ് ചെയ്യുക. അപ്പോൾ നിങ്ങളുടെ ഒരു ക്വസ്റ്റ്യൻ ആയി. പിന്നെ ഈ പ്രോസസ്സ് വീണ്ടും 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 ചെയ്താലേ നിങ്ങൾക്ക് 1, 2, 3, 4, 5, 6 എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ കഴിയുള്ളൂ. സോ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തെറ്റി എന്നുള്ളത് കൊണ്ട് ആ ക്വസ്റ്റ്യൻ മാറ്റണം എന്നുള്ളതല്ല. ആധികാരികമായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ചലഞ്ച് ചെയ്യുക. ഇത് PSCക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിലായാൽ ഈ ഒരു ഫെസിലിറ്റി ഇല്ലാതെയാക്കും. പിന്നെ അത് പേയ്മെൻറ്റ് ഫെസിലിറ്റി ആക്കും. സോ അപ്പോൾ നമുക്കത് ഇങ്ങനെയൊന്നും ചെയ്യാൻ കഴിയില്ല. സോ അതൊക്കെ ഓർത്തുകൊണ്ട് ചെയ്യാം. ഇപ്പോൾ നമുക്ക് മുന്നിലുള്ള വലിയൊരു ഇഷ്യൂ ഈ വാലിഡിറ്റിയാണ്. എന്തുകൊണ്ടാണ് കട്ട് ഓഫ് ഇങ്ങനെ ഉയരാൻ കാരണം എന്ന് വെച്ചാൽ ഈ ലിസ്റ്റിന് വാലിഡിറ്റി വരുമല്ലോ. അതും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ജൂണിൽ ഈ ലിസ്റ്റ് നിലവിൽ വരികയാണെങ്കിൽ 2025 ജൂണിൽ നിലവിൽ വരുമ്പോൾ 2024 മെയ് 31 വരെയുള്ള ഒഴിവുകളും അവർ കൊണ്ടുപോയി. പിന്നെ എന്ത് ഒഴിവുകളിലാണ് ഇവർ കയറ്റുന്നതെന്ന് വെച്ചാൽ ആൻറ്റിസിപ്പേറ്ററി ഒഴിവുകൾ മാത്രമുള്ളത്, പ്രതീക്ഷിത ഒഴിവുകൾ. ഈ പ്രതീക്ഷിത ഒഴിവുകൾ എത്രണ്ണം വരാം ഒരു വർഷത്തിൽ? ഈ പ്രതീക്ഷിത ഒഴിവുകൾക്ക് വേണ്ടി മാത്രം എന്തിനാണ് നടത്തുന്നത്? ശരിക്കും ലിസ്റ്റ് നിങ്ങൾ ഒരു വർഷം വാലിഡിറ്റി ഇട്ടോ, പക്ഷേ ഓരോ വർഷം കഴിഞ്ഞ് നടത്തിയാൽ മതി. ഇപ്പോൾ ഒരു വർഷം നടത്തിയിട്ട് അടുത്ത വർഷം സ്കിപ്പ് ചെയ്യേ. സോ പ്രീവിയസ് ഇയറിൻ്റെ ഒരു വർഷം കൂടി കിട്ടും. വാലിഡിറ്റി 1 ഇയർ ആക്കിക്കോ. പക്ഷേ എന്ത് ചെയ്യണം, ഒരു പ്രീവിയസ്ലി നമ്മുടെ വാക്കൻസി അറൈസ് ചെയ്യാനുള്ളൊരു സമയം കൊടുക്കണ്ടേ? അതിൻ്റെ കൂടെ കൂടുതൽ SI എടുക്കില്ല. സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാരണം കൂടുതൽ SIകളൊന്നും റിക്രൂട്ട് ചെയ്യൂല. സോ പിന്നെ എവിടെ നിന്നാണ് ഈ വാക്കൻസി പ്രതീക്ഷിക്കാൻ കഴിയുക? ഈ റിട്ടയർമെൻറ്റ് വാക്കൻസി എത്ര കാലഘട്ടത്തോളം ഉണ്ടാവും?
റിട്ടയർമെൻറ്റ് വാക്കൻസി ഒക്കെ കുറഞ്ഞു വരാൻ പോവുകയാണ്. ഇനി ഒരു 4-5 കൊല്ലം കഴിഞ്ഞാൽ റിട്ടയർമെൻറ്റ് വാക്കൻസി ഒക്കെ പുതിയ ആളുകളായി, പിന്നെ ഇവർ എപ്പോൾ റിട്ടയർ ചെയ്യാൻ? സോ അതിനുള്ളൊരു പോസിബിലിറ്റി നിങ്ങൾ കണ്ടെത്തിയേ പറ്റൂ. സോ ഒരു വർഷം ഇടവിട്ട് നടത്തൂ. 2024 നടത്തി, ഇനി 26 നടത്തിയാൽ മതി. വാലിഡിറ്റി ഒരു വർഷം വെച്ചോ, ഒരു വർഷം മതി വാലിഡിറ്റി, അല്ലെങ്കിൽ അടുത്ത ലിസ്റ്റ് വരുന്നത് വരെ മതി വാലിഡിറ്റി. പക്ഷെ ഒരു വർഷം നിങ്ങൾ എക്സാം നടത്താതെ വിടും. വെറുതെ ഇത് ഒരു ആളുകളെ പറ്റിക്കുന്ന രീതിയിലായി മാറരുത്. ഓരോ വർഷം നടത്തുന്നത് അതിൻ്റേതായ ജസ്റ്റിഫിക്കേഷൻ ഉണ്ടെന്ന് എനിക്കറിയാം. കാരണം ഏറ്റവും നല്ല SIമാരെ കിട്ടുക എന്നുള്ളതാണ് ഇതിൻ്റെ ജസ്റ്റിഫിക്കേഷൻ. പക്ഷേ ലിസ്റ്റിൽ വരുന്ന ആളുകളും പ്രതീക്ഷിക്കുന്ന ആളുകളും തൊഴിലില്ലായ്മയും ഇതിനൊക്കെ മുകളിലാണ്. സിവിലിയൻസിൻ്റെ ആവശ്യങ്ങൾ ഇതിനൊക്കെ മുകളിലുണ്ടെന്ന് ഓർക്കണം. സോ എന്നെ കേൾക്കുന്നവർ നിങ്ങൾ എന്ത് ചെയ്യുക? PSCയോട് നിങ്ങളത് റിക്വസ്റ്റ് ചെയ്യണം. ഒന്നെങ്കിൽ നിങ്ങൾ വാലിഡിറ്റി ഒരു വർഷം ആക്കിക്കോ, പക്ഷേ എക്സാം തുരുതുരാ നടത്തുന്ന ഓരോ വർഷമല്ല, 9 മാസം കഴിയുമ്പോഴേക്കും അടുത്ത എക്സാം ഈ നടത്തുന്ന രീതി നിർത്തിയിട്ട് ഒരു 20 മാസം കഴിഞ്ഞതിന് ശേഷം നടത്തുന്ന രീതിയിലേക്ക് പോവുക. വാലിഡിറ്റി 1 ഇയർ മതി, പക്ഷേ പ്രീവിയസ്ലി ഒരു 50 വാക്കൻസി എങ്കിലും റൈസ് ചെയ്തിട്ട് ശേഷം മാത്രം എക്സാം നടത്തുന്ന ഒരു രീതി വരണം. എങ്കിലേ 200-250 പോസ്റ്റ് എങ്കിലും നികത്താൻ കഴിയുന്നു. മുമ്പ് അത്രയെങ്കിലും നികത്താൻ കഴിഞ്ഞിരുന്നു. പോട്ടെ, ഒരു 150 വാക്കൻസി എങ്കിലും വേണ്ടേ? ഇത്ര വാക്കൻസി വരുന്ന പോലും ഉറപ്പില്ലപ്പോൾ. 100 വാക്കൻസി വരുമോ? അതും ഏപ്രിൽ മെയ് അനുസരിച്ചിരിക്കും. അത് RTI എടുത്താൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളൂ. സോ എല്ലാവരും ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേ പറ്റുള്ളൂ. നമുക്ക് വാക്കൻസി അനിവാര്യമാണ്. അല്ലെങ്കിൽ വാലിഡിറ്റി കൂട്ടണം, അല്ലെങ്കിൽ എക്സാം തുരുതുര നടത്തുന്നത് നിർത്തണം. ഇത് ഒരു ഉദ്യോഗാർത്ഥികളുടെ ആവശ്യമായിട്ട് തന്നെ PSC പരിഗണിക്കും എന്ന് വിചാരിക്കാം. സോ അത്രയാണ് പറയാനുള്ളത്. സോ വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളെ മാർക്ക് കമൻറ്റ് ചെയ്യുക. അതുപോലെ ഒരു ടെലഗ്രാം ഗ്രൂപ്പ് ആവശ്യമുണ്ടെങ്കിൽ അത് പറയാം. ഏതെങ്കിലും നിലവിൽ വെരിഫൈഡ് ആയിട്ട് ഏതെങ്കിലും ടെലഗ്രാം ഗ്രൂപ്പ് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യുക. ഒരുപാട് ചെറപറ കമൻറ്റ് ചെയ്യാല്ലേ, നല്ല ഏതെങ്കിലും കൂടുതൽ ആളുകളുള്ളത് കമൻറ്റ് ചെയ്യുക. ടെലഗ്രാം ഗ്രൂപ്പ് വേണമെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം, പക്ഷേ ആദ്യം തുടങ്ങിയിട്ട് വേണം. സോ അതുകൊണ്ട് ആവശ്യമുള്ളവർ അതും കമൻറ്റ് ചെയ്യാം. പിന്നെ ഈ പറഞ്ഞ 5-6 ക്വസ്റ്റ്യൻസ്, 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്, 6 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ഈ 6 ക്വസ്റ്റ്യൻസിൽ എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്ന മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അത് പറയാം. ഈ 6 ക്വസ്റ്റ്യൻസിന് ഉപരിയായിട്ട് ഏതെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചലഞ്ച് ചെയ്യുക. ആ ആൻസർ ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രം ചലഞ്ച് ചെയ്യുക എന്നുകൊണ്ട് മാത്രം അതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് വൈൻഡപ്പ് ചെയ്യുകയാണ്. വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സോ ബി കോൺഫിഡൻ്റ് ആയിട്ട് ഇരിക്കുക. നിങ്ങൾ ഫിസിക്കലി വീക്കാണെങ്കിൽ മാർക്ക് നോക്കണ്ട, ഫിസിക്കലി ഉഷാറാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. സോ എല്ലാവർക്കും ശുഭദിനം നേരുന്നു. താങ്ക് യു.